شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم الدين النصيحة. قالوا لمن؟ قال لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد في أجامها تجمي. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, കർലജ്ജ കട്ടകളായ മുതഅല്ലിമുകൾ, നാട്ടുകാരണവന്മാർ, സഹോദരങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ ധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ഇന്ന് പെട്ടെന്ന് ഒതുക്കുങ്ങൽ ഇഹ്യാ ഉസ്സുന്ന അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഈ സുലൈമാ മുസ്ലിയാർ അവരുടെ മകനും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകളുടെ ഭർത്താവുമായ അബ്ദുറഹ്മാൻ അഹ്സനി കാമിൽ സഖാഫി മരണപ്പെട്ടു പോയ കാരണം കൊണ്ട് ആ മയ്യിത്തുൽ ജനാഹിന്റെ നിസ്കാരത്തിലും മറ്റും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പോകാനുള്ളതിന്റെ പേരിൽ താമസിച്ചു പോയതാണ്. മഗ്രിബ് അടുത്തപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത് ആദർശ സമ്മേളനമാണ്, അല്ലേ? ആദർശ സമ്മേളനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ തങ്ങളവറുകൾ അധ്യക്ഷനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവ സംഘടന, സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിലുടനീളം പ്രധാന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ആണ് ഇത്.
വേറെ ആർക്കെങ്കിലും മറുപടി പറയാനോ എവിടെയൊക്കെയോ കേൾക്കുന്ന അപശബ്ദങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാനോ ഒന്നും സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനം അല്ല ഇത്. മറിച്ച് നാം നല്ല ആദർശം ഉള്ളവർ ആണ്. ഒരു ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബിഈകളും അയിമ്മത്തും മുജ്തഹിദുകളും മശായിഖുകളും പഠിപ്പിച്ചു തന്ന ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത, ഒരിക്കലും വളച്ചൊടിക്കാൻ പറ്റാത്ത, ആരുടെയും അഭിപ്രായത്തിനനുസരിച്ച് തിരിമറികൾ നടത്താൻ പറ്റാത്ത ഒരേ ഒരു ആദർശം അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ ആദർശത്തിൽ ഇവിടുത്തെ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുകയും അത് പഠിപ്പിക്കുകയും ചെയ്യാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അധ്യക്ഷനായി കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചത്. ആദർശം എന്താണ്? ഞങ്ങളുടെ ആദർശം എന്താണ്? നമ്മുടെ ആദർശം ഒന്ന്, നിഷ്കളങ്കമായ വിശ്വാസം, നിഷ്കപടമായ വിശ്വാസം, സംശയരഹിതമായ വിശ്വാസം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, അത് വിശ്വസിക്കലും പഠിപ്പിക്കലും ആണ് നമ്മുടെ ആദർശം. അതാണ് ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും പഠിപ്പിച്ചത്. പ്രഗത്ഭരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ ഓരോ ചെറുതും വലുതും ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതെന്തിനാണ് പഠിപ്പിച്ചത്? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തോതി ഒന്നോ രണ്ടോ ഹദീസുകൾ കാണാതെ പതിച്ച് ആ ഹദീസുകൾ ഓതി ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ആളുകളുടെ വലയിൽ മനുഷ്യൻ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അംഗീകാരങ്ങളും വ്യക്തമായി പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി ക്ലാസുകളും വയോജന ക്ലാസുകളും പ്രസംഗങ്ങളുമായി നടക്കുന്ന ബിദഈ പ്രസ്ഥാനക്കാർ. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മളൊക്കെ ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞ് വേറെ എന്തോ ഒന്ന് എടുക്കുന്നവരാണ് എന്ന്. സഹോദരങ്ങളെ, ഒരിക്കലും അല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാം. നിങ്ങളും ഞാനുമെല്ലാം നിസ്കാരത്തിന് ഉളൂ ചെയ്യാറുണ്ട്. ഈ ഉളൂ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. പരിശുദ്ധ ഖുർആന്റെ നേരെ
അർത്ഥം നോക്കിയാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ മുഖം കഴുകണം എന്നാണ്. പക്ഷേ ഇതിന്റെ വിവക്ഷ നിസ്കാരത്തിലേക്ക് നിന്നതിന്റെ ശേഷം തക്ബീർ ചൊല്ലണമെന്ന് പറയുന്നത് പോലെ അല്ല. നിസ്കാരത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആണ് ഒളു എടുക്കേണ്ടത്. ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് പ്രഗൽഭരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് വിവരിച്ചു തന്നു. രണ്ടാമതായി, നിങ്ങൾ മുഖം കഴുകണം. നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ നിയ്യത്തിനോട് ചേർത്ത് നിങ്ങൾ മുഖം കഴുകണം. പിന്നീട് കൈ കഴുകണം. അള്ളാഹു പറയുന്നത് നോക്കൂ, ഫസ്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം. ഇലൽ മറാഫിഖി, മുട്ട് വരെ കഴുകണം. കൈയിന്റെ മുട്ട് വരെ കഴുകണം. വംസഹു ബിറുഊസിക്കും, നിങ്ങൾ തല തടകണം. വഅർജുലക്കും, നിങ്ങളുടെ കാല് കഴുകണം. ഇലൽ കഅബൈനി, നരിയാണി വരെ കഴുകണം. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഖുർആനും സുന്നത്തും മാത്രം മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് സഹാബത്തിനെയും ഇമാമുകളെയും തള്ളിക്കളയുന്ന പ്രധാനങ്ങൾ വരുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ഒരു ചെറിയ സിമ്പിൾ ചോദ്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ കൈ മുട്ടുവരെ കഴുകണം എന്ന് പറഞ്ഞത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ കാൽ നരിയാണി വരെ കഴുകണം എന്ന് പറഞ്ഞത് എവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഇരിക്കുന്ന ആലിമീങ്ങളോട്, ഇവിടെ കൂടിയ നൂറുകണക്കായ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങളോട്, അല്ലെങ്കിൽ ലോകത്ത് മുഴുവനുമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഖുർആനിൽ എവിടെയെങ്കിലും കൈ മുട്ടുവരെ കഴുകണം എന്ന് പറഞ്ഞത് ചുമലിൽ നിന്ന് മുട്ടുവരെ അല്ല, വിരൽ മുതൽ മുട്ടുവരെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമേ മറുപടിയുള്ളൂ. കാൽ നരിയാണി വരെ കഴുകണമെന്ന് പറഞ്ഞാൽ കാൽ അര മുതൽ താഴോട്ട് നരിയാണി വരെ കഴുകണമെന്നല്ല, മറിച്ച് വിരൽ മുതൽ കഴുകണമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം. ഇതെവിടുന്ന് കിട്ടി? നമുക്കെവിടുന്നാ കിട്ടിയത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഒളു ചെയ്യുന്നു, നമ്മുടെ പിതാവ് മാപ്പ ഒളു ചെയ്യുന്നു. അവർ കഴി കഴുകുന്നത് വിരൽ മുതൽ മുട്ട് വരെ, കാല് കഴുകുന്നത് വിരൽ മുതൽ നരിയാണി വരെ. നമ്മുടെ ഉസ്താദ്, മദ്രസയിലെ ഉസ്താദ്, പള്ളിദർസിലെ ഉസ്താദ് ഒളു എടുക്കുന്നു, അവരും അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ഉസ്താദിന്റെ 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 ഉസ്താദ് അങ്ങനെ മുഴുവൻ ഉസ്താദന്മാരും കൈ കഴുകുമ്പോൾ വിരൽ മുതൽ മുട്ട് വരെ, കാല് കഴുകുമ്പോൾ വിരൽ മുതൽ നരിയാണി വരെയാണ്. ഇതെവിടുന്ന് കിട്ടി? ഖുർആനിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടി? മഹാന്മാരായ സ്വഹാബികളിൽ പ്രഗൽഭനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ സമീപിച്ചു. കൈഫ കാന വുളൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വുളൂഉ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. ഫദഅ ബിമാഇൻ, അപ്പോൾ ഉടനെ തന്നെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഫതവല്ലഅ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂഉ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഹകദാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ വുളു എടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇല്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അത് സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു, താബിഈകളും അയിമ്മത്തുകളും പഠിപ്പിച്ചു തന്നു. അങ്ങനെ പരിശുദ്ധ ദീനിന്റെ വിശ്വാസങ്ങളും കർമ്മപദ്ധതികളും മുഴുവനും ആ സ്വഹാബത്തിലൂടെ, അയിമ്മത്ത് മുജ്തഹിദുകളിലൂടെ,
ആരിഫ്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ചത് മാത്രമാണ്. അത് മുറുകെ പിടിക്കാതെ ഏതെങ്കിലും 4 ഹദീസ് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ 4 ആയത്ത് കാണാതെ പഠിച്ച് വന്നുകൊണ്ട് ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞു നടന്നാൽ അത് ദീനുൽ ഇസ്ലാം ആവുകയില്ല. അതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാനൊന്ന് ചെറിയത് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഒരു വൈദ്യൻ വന്നിട്ട് നിങ്ങൾ ഒറ്റമൂലിക ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് അത് കഴിക്കണം, വേറെ മരുന്നുകളൊന്നും പാടില്ല, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്, ആ കേടുണ്ട് ഈ കേടുണ്ട് എന്ന് പ്രസംഗിക്കുമ്പോൾ പച്ചമരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ വ്യക്തിയും കാട്ടിലേക്ക് കയറി പച്ചമരുന്നുകൾ എടുത്ത് കഴിക്കണമെന്നല്ല. മറിച്ച് തഴക്കവും പഴക്കവും നൈപുണ്യവും ശ്രദ്ധിച്ച വൈദ്യന്മാരോട് ചോദിച്ചിട്ട് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മരുന്ന് കഴിക്കണം എന്നല്ലേ അതിന്റെ അർത്ഥം? ഇത് മനസ്സിലാകാത്തവർ ആരാണ്? അതുപോലെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ സഹാബികളും അവരിൽ നിന്ന് മനസ്സിലാക്കിയ താബിഉകളും അവരിൽ നിന്ന് മനസ്സിലാക്കിയ അഇമ്മത്ത് മുജ്തഹിദുകളും അവിടുന്ന് ഇങ്ങോട്ട് വന്ന മഹാന്മാരായ ഔലിയാക്കൾ ആരിഫ്യങ്ങൾ അവർ മനസ്സിലാക്കിയതനുസരിച്ച് ഖുർആനും സുന്നത്തും മനസ്സിലാക്കലാണ്. അതനുസരിച്ച് ജീവിക്കലാണ് ഖുർആനും സുന്നത്തും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദുകളായ സ്വഹാബത്തിന്റെ ചര്യയും മുറുകെ പിടിക്കണം. ആ സ്വഹാബത്ത് വഴിയാണ് നമുക്ക് കിട്ടിയത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ലോകത്ത് അറിയപ്പെട്ട ഖുതുബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ തന്റെ കിതാബുൽ ഗുന്യത്തി ലിതാലിബി തരീഖിൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. മുഅ്മിനായ മനുഷ്യന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മുറുകെ പിടിക്കണം, അതിനോട് പിൻപറ്റണം. ഏത് മുഅ്മിനായ മനുഷ്യനും അവൻ 4 മദ്ഹബിൽ ഏത് മദ്ഹബ് സ്വീകരിക്കുന്നവനായാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതൊരു മദ്ഹബ് മാത്രമേ ഉള്ളൂ. അതിൽ 2 മദ്ഹബില്ല, 2 അഭിപ്രായമില്ല, കക്ഷിത്വമില്ല, ഒരേ ഒരു വിശ്വാസം. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ മുഴുവൻ ആളുകളും സഹാബികളും താബികളും കഴിഞ്ഞുപോയ എല്ലാ ആരിഫീങ്ങളും ഔലിയാക്കളും വിശ്വസിച്ച് വന്ന ഒരേ ഒരു വിശ്വാസം, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ആണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് മഹാനായ ഖുതുബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വളരെയധികം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത്. എന്റെ ചെറുപ്പക്കാരോട് യുവാക്കളോട് പറയാനുള്ളത്, അവിടെ വിഷമം, ഇവിടെ വിഷമം, അവിടെ അടി, അവിടെ കുത്ത്, അവിടെ കേസ്, വെറുതെ എഴുതി കൊടുക്കുക കേസ്. സാധുക്കളായ ജനങ്ങൾ രാവിലെ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അന്നത്തെ അരി വാങ്ങാൻ കഴിവില്ലാത്ത എത്രയ സാധുക്കളെ പേരിലാണ് കേസുണ്ടാക്കി, കള്ളക്കേസുണ്ടാക്കി കോടതിയിൽ കൊടുത്ത്, പോലീസിൽ കൊടുത്ത്. പോലീസുകാർക്കാണെങ്കിൽ ഇവൻ സാധുവാണോ, ഇവൻ സത്യം പറയുന്നവനാണോ അല്ലേ എന്ന് അവർക്ക് തിരിയില്ല. അവർ ബാഹ്യമായ രേഖ നോക്കി അവർ ചെയ്യും. പരമാവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി ചെയ്യുന്നവർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ
99% ആളുകളും ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അവരുടെ മുമ്പിൽ ഇല്ലാത്ത കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിച്ച് അതങ്ങനെ കൊണ്ടുകൊടുക്കുമ്പോൾ അത് ശരിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവുകയും അങ്ങനെ പാവപ്പെട്ട ആളുകളെ അതാ കേസിൽ കൊടുക്കുകയും ചെയ്ത 100 സംഭവങ്ങൾ ഞങ്ങൾക്കറിയാം. നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് പല ആളുകളും വിളിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ഒരു പോലീസുകാരനെ വിളിച്ച് കാര്യം പറയുകയില്ല. എന്നോട് പലരും ഉസ്താദെ നമ്മുടെ ചെറുപ്പക്കാരവിടെ കുടുങ്ങിയിട്ടുണ്ട്, പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ പേര് തരണം എന്ന് പറഞ്ഞ് പേരും വിശദവിവരവും ചോദിച്ചാൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് പറയുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് ഞങ്ങൾ പെട്ടെന്ന് ആളുകളെ അവിടെ അയക്കും. നമ്മുടെ പ്രവർത്തകന്മാരെ അയച്ച് ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് വിശദമായി പഠിച്ചതിന്റെ ശേഷം മാത്രമാണ് പോലീസുകാരെയോ മന്ത്രിമാരെയോ ഉദ്യോഗസ്ഥന്മാരെയോ വിളിച്ച് ഞങ്ങൾ പറയാറുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ പ്രവർത്തകർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഇന്ന് മാത്രമുള്ളതല്ല. വളരെ ശക്തമായ അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് അതിന്റെ റിപ്പോർട്ടർമാരുടെ ചരിത്രങ്ങളോടുകൂടെ പേരുകളോടുകൂടി മനഃപ്പാഠമാക്കിയ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ കുതുബും വലിയും ആണ്. അദ്ദേഹത്തിന്റെ കുപ്പായം ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമാണെങ്കിലോ അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് എന്ന് മാത്രമല്ല, ഷാഫി ഇമാമിനെ പറ്റി അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്റെ ഉസ്താദും ഞാനുമായുള്ള വ്യത്യാസം എനിക്ക് 10 ലക്ഷം ഹദീസിൽ നിന്ന് കൂടി കിട്ടുന്ന ഇൽമ് എന്റെ ഗുരുനാഥനായ ഇമാം ഷാഫിക്ക് 100 ഹദീസ് കൊണ്ട് പറയാൻ കഴിയും. ഞാൻ ഒരു കൊല്ലം ഇബാദത്തെടുക്കുന്ന ഇബാദത്ത് എന്റെ ഗുരുനാഥനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ രാത്രിയുള്ള ഇബാദത്തിന് തുല്യമല്ല. അത്രയും അധികം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് ഇമാം ഷാഫിഈ. എന്നിട്ട് പോലും മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഖമില്ല, ഒരു ക്ഷീണം വന്നപ്പോൾ അതിന് ചികിത്സയായി ചെയ്തത്, ബറക്കത്തിന് വേണ്ടി ചെയ്തത്, തന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള കുപ്പായമെടുത്ത് വെള്ളത്തിലിടുകയും ആ വെള്ളത്തിൽ നിന്ന് അല്പമെടുത്ത് കുടിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തു. ഓ, ആരാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനത്തെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമ് അല്ല, അത് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്ന ഒരു പുത്തൻ പ്രസ്ഥാനക്കാര് വന്നു മാത്രമല്ല, അന്നത്തെ ഭരണാധികാരികളെ അവർ കയ്യിലാക്കി. അങ്ങനെ അഹ്മദ് ബിൻ ഹംബലിനെ പിടിച്ചുകൊണ്ടുപോകുന്നു ഭരണാധികാരികൾ. അഹ്മദ്, നീ നിന്റെ വാദത്തിൽ നിന്ന് മാറണം. ഖുർആൻ കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു
تنزه من قول وفعل ونية. അല്ലാഹുവിന്റെ കലാം ഖദീമായ കലാമാണ്. അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിച്ചു വന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ തർക്കമില്ലാത്തതാണ്. എല്ലാ ആളുകളും വളരെ ശക്തിയായി പറഞ്ഞതാണ്. പക്ഷേ അതിനെതിരായി അഹ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് വന്ന പുത്തൻ പ്രസ്ഥാനക്കാർ അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ച് കൈവശപ്പെടുത്തി. ആ അധികാരി അഹ്മദ് ബിൻ ഹംബലിനെ പിടിച്ചുകൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറയാൻ നിർബന്ധിച്ചപ്പോൾ അത് പറയാൻ കൂട്ടാക്കിയില്ല, സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ നിങ്ങൾ ആലോചിക്കണം, അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിലിട്ടില്ലേ? അഹ്മദ് ബിൻ ഹംബലിന്റെ രണ്ട് കൈയും പുറകോട്ട് വെച്ച് പിടിച്ച് കെട്ടിക്കൊണ്ട് തന്നെ അടിച്ചു. ശക്തമായ അടി അടിച്ചിട്ട് വേദനിക്കുന്ന സമയത്ത് താൻ ഉടുത്ത തുണി കഴിഞ്ഞുപോയി. ആ സമയത്ത് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, എനിക്ക് അടി കൊണ്ട് മരിച്ചു പോയാലും വിരോധമില്ല, എന്റെ ഔറത്ത് ജനങ്ങൾ കാണുന്നുവല്ലോ റബ്ബേ, അത് ഉടുക്കാനുള്ള കൈ കെട്ടിപ്പോയി, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തപ്പോൾ താഴോട്ടിറങ്ങിപ്പോയ തുണി മേൽപോട്ട് തന്നെ സ്വയം കയറി വന്നുകൊണ്ട് തന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച ഇത്രയും വലിയ കറാമത്ത് കാണിച്ച അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അവർ അടിക്കുകയാണ്, ചാട്ടുവാറ് കൊണ്ടടിക്കുകയാണ്. ഈ അടിച്ചത് എന്തിനു വേണ്ടി? സുന്നത്ത് ജമാഅത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അത് കൊണ്ടു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതേ പ്രകാരം തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചീത്ത വിളിച്ചു, തെറി വിളിച്ചു. അങ്ങനെ അവരെല്ലാവരും അതിൽ പതറിപ്പോകാതെ ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ, പുരുഷന്മാരുടെ മനസ്ഥൈര്യം, മനക്കരുത്ത് അത് പർവ്വതങ്ങളെപ്പോലും ധൂളിയാക്കി കളയും എന്ന ആപ്തവാക്യമനുസരിച്ച് ആ മഹാന്മാരുടെ ഹിമ്മത്ത്, ശക്തമായ ഹിമ്മത്ത്, ആ ഹിമ്മത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചു. അതിനുശേഷം വന്ന മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട കുതുബുകളും ഗൗസുകളും ഔലിയാക്കളും ആരിഫുകളും അവരെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, കാരണവന്മാരോട്, സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അങ്ങനെ വിശ്വാസത്തിന്റെ ദാർഢ്യത, അതാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ ആദർശം ഒന്ന് രൂഢമൂലമായി നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുക, രൂഢമൂലമാക്കുക. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഇളകാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കാതെ. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, സത്യവിശ്വാസികളെ അല്ലാഹു തആല സാബിത്തായ ഖൗല് കൊണ്ട് ഉറപ്പിക്കും. ഒന്ന് പറഞ്ഞാൽ അത് തന്നെ, അതിന്റെ അപ്പുറത്ത് ആര് തന്നെ വന്ന് പറഞ്ഞാലും ഇളകുകയില്ല. അങ്ങനെ ഇളകാത്ത വിശ്വാസം. രണ്ടാമത്തത് നമ്മുടെ ആദർശം എന്താണ്? സൽസ്വഭാവം. ഞാനിത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പേരെടുത്ത റഹ്മാൻ സഖാഫി സംസാരിക്കാൻ പോകുന്നു. രണ്ടാമത്തത് നമ്മുടെ ആദർശം സൽസ്വഭാവം. ചീത്ത പറയാതെ, തെറി പറയാതെ, കളവ് പറയാതെ, മറ്റാളുകളെ നിസ്സാരപ്പെടുത്താതെ നമ്മുടെ ആശയം പറയുക, ആശയത്തെ ആശയം കൊണ്ട് നേരിടുക. അതാണ് നമ്മുടെ ആദർശം. അക്രമുന്നാസി ഇൻദല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രമുന്നാസി ഇൻദല്ലാഹ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മഹാന്മാർ, ഏറ്റവും മഹത്വമുള്ളവർ, അസ്സനുഹും അഖ്ലാഖൻ, നല്ല സ്വഭാവമുള്ളവരാണ്. എന്താണ് സ്വഭാവം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. അല്ലാഹു പറയുന്നു, ഓ ഹബീബായ നബിയേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട്, തങ്ങൾ അല്ലാഹുവിൽ നിന്ന് അയക്കപ്പെട്ട റഹ്മത്ത് ആയ കാരണം കൊണ്ട്, ലിൻത ലഹും, ജനങ്ങളോട് വളരെ വിനയം കാണിച്ചു. വളരെ വിനയം കാണിച്ചിട്ടാണ് തങ്ങൾ ജീവിക്കുന്നത്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി, ഓ നബിയേ, തങ്ങളെങ്ങാനും ഹൃദയം പരിപരുത്ത ആൾ, കടുത്ത ഹൃദയക്കാരൻ, ഭീകരവാദി, തീവ്രവാദി, ഇതെല്ലാമായിരുന്നുവെങ്കിൽ ലം ഫളൂ മിൻ ഹൗലിക, ജനങ്ങൾ മുഴുവനും തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. തങ്ങൾക്ക് ഒറ്റക്കുട്ടിയും കിട്ടുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളിങ്ങനെ അള്ളാഹിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിക്കുക. സുന്നത്ത് ജമാഅത്തില് എത്രയോ തെറി പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും ആ പറഞ്ഞവരിൽ തന്നെ പലപ്പോഴും മടങ്ങി ഹഖിലേക്ക് വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ അഹങ്കരിക്കരുത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ശക്തമായി മുന്നേറുന്നത് കാണുമ്പോൾ, നിങ്ങൾ അഹങ്കരിക്കാതെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ സ്തുതിക്കുക. അല്ലാഹു പരിശുദ്ധനാണെന്ന് പറയുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, എത്ര കാലമായി ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ഊതിക്കെടുക്കാൻ ശ്രമിക്കുന്നു. എത്ര കാലമായി ഈ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിനെ ഊതിക്കെടുക്കാൻ വിനയി പ്രധാനക്കാർ പണച്ചാക്കുകൾ കോരിച്ചെറിഞ്ഞുകൊണ്ട് പരിശ്രമിക്കുന്നു. എവിടെയാണ് അവർക്ക് കിട്ടിയത്? ഏതെങ്കിലും അടിത്തറ ശരിയില്ലാത്തവരോ, അല്ലെങ്കിൽ ഒരു തലയും പാടില്ലാത്തവരോ, അങ്ങനെ കുറച്ച് ആളുകളെ കിട്ടാന്നല്ലാതെ ശരിയായ വ്യക്തികളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് കാണുമ്പോ അസൂയപ്പെട്ടിട്ട് കാര്യവുമില്ല, യാതൊരു കാര്യവുമില്ല. അതിങ്ങനെ വളരുക തന്നെ ചെയ്യും. ഒരാൾക്കും അതിനെ ഊതിക്കെടുത്താൻ സാധിക്കുകയില്ല. വളരെ ശക്തമായി തന്നെ ഞാൻ പറയുന്നു, ആർക്കും ആ വ്യാമോഹം വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഊതിക്കെടുത്തി കളയാം. നമ്മളെ കൂടെ പണക്കാരില്ല, നമ്മുടെ കൂടെ കുബേരന്മാരില്ല, നമ്മുടെ കൂടെ പോക്കിരികളില്ല, നമ്മുടെ കൂടെ ഭീകരന്മാരില്ല, നമ്മളെ കൂടെ ഈ തലയെ കെട്ടിയ പഴയ മുസ്ലിയാക്കന്മാര്, സാധുക്കളായ ആളുകളും ഇതാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാം കെടുത്തിക്കളയാം എന്ന് ആരും കരുതണ്ട. അതൊരിക്കലും നടക്കുകയില്ല. അല്ലാഹു തആല ഒരിക്കലും അതിനിവിടെ അവസരം വരുത്തുകയും ഇല്ല. നിങ്ങൾക്ക് സംശയം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഒരു ജീവിതവർക്കാലോ ആ പറയുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. എന്താ പറഞ്ഞത് നോക്കുക, നമ്മള് അത് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില സുന്നികൾക്ക്. നമ്മളത് പോയി നോക്കുക, എന്താ പറയുന്നത് നോക്കുക.
എന്താ പറയുന്നത് നീ നോക്കിയിട്ട് എന്താ കാര്യം? ഗൈബത്ത് പറയുന്നവനും കേൾക്കുന്നവനും അതിന് സഹായിക്കുന്നവനും മുഴുവനും വടിവെഴുത്തവൻ ആണ്. അതോ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. യുദ്ധത്തിന്റെ ബാബ് എടുത്തു നോക്ക്. ഫത്ഹുൽ മുഈൻ അടക്കം. ഫത്ഹുൽ മുഈൻ ഫിഖ്ഹിന്റെ കിതാബാണ്. ആ ഫിഖ്ഹിന്റെ കിതാബിൽ പിന്നെന്തിനാ യുദ്ധത്തിന്റെ ബാബ് പറഞ്ഞത്? അത് അഖീദയാണല്ലോ. അത് പറയാൻ കാരണം ഫിഖ്ഹിന്റെ കിതാബ് കർമ്മശാസ്ത്രത്തിന്റെ കിതാബാണ്. എങ്കിലും അതിൽ പോലും യുദ്ധത്തിന്റെ ബാബ് പറയുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാനാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആലിമിനെ ചീത്ത പറഞ്ഞാൽ, ഒരു മുതഅല്ലിമിനെ ചീത്ത പറഞ്ഞാൽ, ആലിമിന്റെ മേൽ കള്ളത്തരം വെച്ചുകെട്ടി പറഞ്ഞാൽ, മുതഅല്ലിമീങ്ങളെ പരിഹസിച്ചാൽ ഇസ്ലാം മതത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് മുഴുവൻ കിതാബുകളിലും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു, ഏറ്റവും മനുഷ്യനെ കൊന്നു കളയുന്ന വിഷം നഞ്ഞ് അത് ആലിമീങ്ങളെ മാംസമാണ്. ആലിമീങ്ങളെ കുറ്റം പറയലാണ്, ആലിമീങ്ങളെ ചീത്ത പറയലാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോകാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കാൻ പാടില്ല, അതിന് സൗകര്യം ചെയ്യാൻ പാടില്ല, സഹായം ചെയ്തു കൊടുക്കാൻ പാടില്ല. ആരായാലും, ഏത് പ്രസ്ഥാനക്കാരനായാലും, ഏത് കക്ഷിയായിരുന്നാലും, ജനങ്ങളെ പരിഹസിക്കുന്ന ചീത്ത പറയുന്ന ഒരാൾ പറഞ്ഞു മതസ്ഥരെ ചീത്ത പറയാൻ പാടുണ്ടോ? മുസ്ലിം ഒരു ഹിന്ദുവിനെ ചീത്ത പറയാൻ പാടുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളെ ചീത്ത പറയാൻ പാടുണ്ടോ? ഇല്ല. ഏത് വ്യക്തിയെയും ചീത്ത പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, മറ്റ് മതസ്ഥർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെപ്പോലും ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. നമ്മുടെ വിശ്വാസം ഇലാഹി വിശ്വാസമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഏക ഇലാഹിലെ വിശ്വാസമാണെന്ന് പഠിപ്പിക്കുക. അല്ലാത്തതൊക്കെ തെറ്റാണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയല്ലാതെ അല്ലാഹു അല്ലാത്ത മറ്റ് സാധനങ്ങൾക്ക് പലരും ആരാധിക്കുന്നുണ്ട്. ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അതുകൊണ്ട് ചീത്ത വാക്കുകളെ കൊണ്ട്, തെറിയഭിലാഷങ്ങളെ കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കൽ ഇത് നമ്മുടെ ആദർശമാണ്. നമ്മുടെ ആദർശം ഇതാ: വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സഹായിക്കുക, വയസ്സന്മാരെ ബഹുമാനിക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക. അത് നമ്മുടെ ആദർശമാണ്. മൂന്നാമതായി നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ സ്വത്ത്, സഹനം അപഹരിക്കാതിരിക്കുക. എന്റെ വീട് മെല്ലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് വേറൊരുത്തൻ കയ്യിലാക്കുക. അങ്ങനത്തെ കാലഘട്ടം ദുന്യാവ്. ഇപ്പോ എന്റെ വീടോ നിങ്ങളെ വീടോ, എന്റെ പറമ്പോ നിങ്ങളെ പറമ്പോ, നമ്മുടെ പള്ളിന്റെ പറമ്പോ മദ്രസന്റെ പറമ്പോ, ഇതെല്ലാം രജിസ്റ്റർ ആൾക്ക് നോക്കാൻ കഴിയുമോ? അവര് സാക്ഷികൾ നോക്കും, ഒപ്പ് നോക്കും, കൈവിരൽ നോക്കും, ഒക്കെ ശരിയാണ്, പിന്നീട് തെളിയുന്നല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള അപഹരിക്കുന്ന പ്രവർത്തനങ്ങൾ, കളവിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ചെയ്യാതെ പരിശുദ്ധരായ നിലക്ക് ജീവിക്കുക, ഇതാണ് നമ്മുടെ മറ്റൊരു ആദർശം. ആകയാൽ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ ആദർശം ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങൾ കാണിച്ചു തന്ന ആദർശമാണ്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മാലിക്കുദ്ദീനാർ തങ്ങൾ കാണിച്ചു തന്ന ആദർശമാണ്. മമ്പുറത്ത് തങ്ങൾ പഠിപ്പിച്ചു തന്ന ആദർശമാണ്. കോഴിക്കോട്
അന്ത്യവിശ്രമം കൊള്ളുന്ന അശ്ശൈഖ് മുഹമ്മദ് ഷെയ്ഖുൽ ജുഫരി തങ്ങളും അശ്ശൈഖ് അലാവുദ്ദീനുൽ ഹിംസി തങ്ങളും അങ്ങനെ തുടങ്ങിയ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആദർശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ മകൻ സയ്യിദ് മൗലൽ ബുഖാരി കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതുപോലെ 800 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ വന്ന് അലിയുൽ കൂഫി തങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അങ്ങനെ എത്രയോ ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും കുതുബുകളും അവരെല്ലാവരും ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന് ആദർശം, ഈ ആദർശത്തിന്റെ ആകത്തുക അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും നബിതങ്ങളെ പ്രകീർത്തിക്കുകയും നബിതങ്ങളെ പ്രശംസിക്കുകയും അവിടുത്തെ പ്രവർത്തനത്തെ അനുകരിക്കുകയും ചെയ്യുക. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങളോടെല്ലാം ഞാൻ പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരാവണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമിതാ വരുന്നു. 2 മാസത്തെയാണ് ഇസ്ലാം നമ്മളോട് ബഹുമാനിക്കാൻ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഭൂജാതരായ റബീഉൽ അവ്വൽ മാസത്തെ പ്രത്യേകിച്ച് ആദരിക്കുന്നു. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആദരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ സമയത്തും റസൂലുള്ളാഹിയോടുള്ള മുഹബ്ബത്ത് നിലനിർത്തിക്കൊണ്ട് എല്ലാ ആളുകളും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അതാ ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമീ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കേട്ടില്ലേ? ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അതെന്താണെന്നറിയുമോ? ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഒരു അഭയമുണ്ട്. അതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ അഭയമുണ്ട് കേട്ടോ. ആ അഭയം നിങ്ങൾ അഭയമായി സ്വീകരിക്കുകയും അവിടത്തെ കൂടുതൽ പ്രിയം വെക്കുകയും ചെയ്തു അവിടത്തെ പ്രശംസകളും പ്രകീർത്തനങ്ങളും നടത്തി അവിടത്തെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി അങ്ങനെ വന്നാൽ ومن لكم برسول نصرته إن تلقه الأسد في مجامها تجمي. സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബിനോട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും പ്രിയം വെച്ചാൽ, അതാ കണ്ടില്ലേ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കുപ്പായം പോലും ബറക്കത്തുള്ളതായി ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിച്ചു തന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം ബറക്കത്തുള്ള കുപ്പായമാണെന്നും ആ കുപ്പായം കണ്ണിലിട്ടാൽ കണ്ണിന്റെ കാഴ്ച കൂടുമെന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ വടിയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ തലേക്കെട്ടും കുപ്പായവും അതുകൊണ്ടൊക്കെ ബറക്കത്തെടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ
നമുക്ക് പഠിപ്പിച്ചു തന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുക, അവിടത്തെ ആധാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക, അതും അഷ്റഫുൽ ഖൽഖ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസുദു ഫീ ആജാമിഹാ തജ്മി. നിലക്ക് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ വഴിക്ക് നിങ്ങൾക്ക് വല്ല സഹായവും ലഭിക്കുന്നവരായി കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടണ്ട. അതാ സിംഹവും കരടിയും നിങ്ങളിലേക്ക് ചാടി വന്നാലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും കേട്ടോ എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ മുലൂക്കായ അല്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. ഒരു സ്വലാത്ത് اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് എല്ലാവരും ദായിമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ-റഹീമായ അല്ലാഹ് എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാര് സർവരുടെയും ദോഷങ്ങൾ പൊറുത്തു തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതൊപ്പാക്കി കൊടുക്കണം റഹ്മാനേ. പഠിച്ചവരെ, അടുത്ത ദിവസം ഇവിടെ നിന്ന് വെട്ടേറ്റ് മരിച്ചുപോയ 2 വ്യക്തികൾ, അതിലൊന്ന് മർക്കസ് തഖാഫത്ത് സുന്നിയയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് നൂറുദ്ദീൻ അലവർ. ആണ് ജ്യേഷ്ഠനും മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നൂറുദ്ദീൻ. അല്ലാഹു അവർക്ക് 2 പേർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബറിനെ നീ സ്വർഗ്ഗതൊപ്പാക്കണേ റഹ്മാനെ. അവരുടെ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഇന്ന് മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ അസ്സരിക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, ഗുണം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ അതുപോലെ ഒരുപാട് ആളുകൾ ആക്സിഡന്റിൽ മരിച്ചവർ. അടുത്ത ദിവസം ഒരു കുട്ടി, നമ്മുടെ മുഹമ്മദ് സാഹിർ, ഇന്നലെ അല്ലേ നമ്മുടെ ഒറ്റപ്പാലം അബ്ദുള്ള മാസ്റ്റർ കുട്ടി, ഞാനിപ്പോ വരുമ്പോൾ കേട്ടതാ. അല്ലാഹ് നീ ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ, പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുട്ടിനെ സ്വർഗാവകാശിയാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട് പഠിച്ചവരെ, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും അതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നീ പ്രത്യേകമായി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥലം ആരുടേതാണെന്ന് എനിക്കറിയില്ല. ആരായാലും ഈ സ്ഥലം അനുവദിച്ച വ്യക്തിക്ക് നീ റഹ്മത്ത് കൊടുക്കണം റഹ്മാനെ. അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സമ്മേളനത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തോടെ ദീർഘ ആയുസ് തന്ന് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. بحق سيدنا محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുമുടി ഹസൻ മുസ്ലിയാർ ബാക്കവി കുറേ ആയി അദ്ദേഹത്തിന് വാതരോഗം പിടിച്ചു കിടക്കുകയാണ്. പടച്ചവനെ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ, ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ പേര് പറയാത്ത പലരും ഉണ്ട്, എല്ലാവർക്കും നീ ഷിഫയാക്കണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.